കണ്ണൂർ ADM-ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിന് ഇന്ന് 1 വർഷം തികയുകയാണ്. 2024 ഒക്ടോബർ 15 പുലർച്ചെയാണ് നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ഈ സംഭവത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് ക്ഷണിക്കാതെ ഒരു അതിഥി എത്തി. സന്തോഷവും ആഘോഷവും നിറഞ്ഞ അന്തരീക്ഷത്തെ പൊടുന്നനെ നിശബ്ദമാക്കിക്കൊണ്ട് അവർ കടന്നുപോയി. വാവിട്ട വാക്കിൽ കൈവിട്ടത് ഒരു മനുഷ്യജീവനാണ്. എനിക്കറിയാം. ആ NOC കൊടുത്തതിന് അദ്ദേഹത്തോട് പ്രത്യേക നന്ദി പറയാനാണ് ഞാനിപ്പോൾ കഷ്ടപ്പെട്ട് ഈ സമയത്ത് നമ്മുടെ പരിപാടി പങ്കെടുക്കുന്നത്. ഞാൻ അദ്ദേഹത്തോടൊരു നന്ദി പറയുകയാണ്. കാരണം ഞാനൊരു ആവശ്യം അദ്ദേഹത്തോട് ഉന്നയിച്ചപ്പോൾ അദ്ദേഹം നടത്തി കൊടുത്തു കുറച്ച് മാസമാണെങ്കിലും എന്ന് നന്ദി പറയാണ്. പത്തനംതിട്ടയിലേക്ക് സ്ഥലമാറ്റം കിട്ടിയതിനെ തുടർന്നായിരുന്നു ADM നവീൻ ബാബുവിന് യാത്രയപ്പ് നൽകിയത്. ഇതിനിടയിലേക്കാണ് അപ്രതീക്ഷിതമായുള്ള PP ദിവ്യയുടെ കടന്നുവരവ്. 5 മിനിറ്റോളം നീണ്ടുനിന്ന പ്രസംഗത്തിൽ കളക്ടറെ മുന്നിലിരുത്തിയായിരുന്നു ADM-നെതിരായ കുറ്റപ്പെടുത്തൽ. ബാക്കി പിന്നാലെയുണ്ടെന്ന മുന്നറിയിപ്പും. യാത്രയപ്പ് ചടങ്ങിന് ശേഷം നവീൻ ബാബു പോയത് കണ്ണൂർ നഗരമധ്യത്തിലുള്ള മുനീശ്വരൻ കോവിലിന് സമീപത്തേക്ക്. ഔദ്യോഗിക വാഹനത്തിൽ നിന്നിറങ്ങി ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങി. വൈകുന്നേരത്തോടെ നവീൻ ബാബു പള്ളിക്കുന്നിലെ തൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് വന്നു. ഇവിടെ അധിക നേരം തങ്ങിയില്ല. ബാഗുമെടുത്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയെങ്കിലും പക്ഷേ ട്രെയിൻ കിട്ടാതെ വന്നതോടെ തിരികെ ക്വാർട്ടേഴ്സിലേക്ക് തന്നെ പോയി. ട്രെയിനിൽ കാണാത്തതിനെ തുടർന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബം ഫോണിൽ ബന്ധപ്പെട്ടു. പക്ഷേ ലഭ്യമായില്ല. തുടർന്നാണ് ഡ്രൈവറെ വിവരം അറിയിക്കുന്നത്. ഡ്രൈവർ ഇവിടെ എത്തി നോക്കുമ്പോൾ നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം. ഒടുവിൽ മൃതദേഹം പത്തനംതിട്ടയിലെ വീട്ടിലെത്തിച്ചു. നവീൻ ബാബുവിന്റെ മരണം CPM-നെ രാഷ്ട്രീയമായി ഏറെ പ്രതിരോധത്തിൽ നിർത്തി. ഒരു വശത്ത് പാർട്ടി കുടുംബം, മറുവശത്ത് പാർട്ടിയുടെ വളർന്നു വരുന്ന യുവ നേതാവ്. നവീൻ ബാബുവിന് ഇപ്പോഴും ക്ലീൻ ചീറ്റ് നൽകാൻ കണ്ണൂരിലെ പാർട്ടി തയ്യാറല്ല. അന്വേഷണം നടക്കട്ടെ എന്നതാണ് വാദം. PP ദിവ്യക്കെതിരായ നിലപാടിൽ പത്തനംതിട്ട ഘടകവും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും വ്യത്യസ്ത നിലപാടുകളാണ് സ്വീകരിച്ചത്. ഒടുവിൽ PP ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തു. 1 വർഷം തികയുമ്പോൾ വീണ്ടും പാർട്ടി വേദികളിൽ സജീവമാണ് PP ദിവ്യ. നവീൻ ബാബുവിന്റെ മരണം കേരള രാഷ്ട്രീയത്തിൽ തീർത്ത അലയൊലികൾ ചെറുതല്ല. ഇപ്പോഴും അത് തുടരുന്നു. ഒരു ജനപ്രതിനിധി എവിടെ എങ്ങനെയൊക്കെ പെരുമാറണമെന്നതിലും ആരോപണങ്ങളെ ഏത് രീതിയിൽ നേരിടണമെന്നതിലും ഈ സംഭവം ഒരു പാഠമാണ്. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.